കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാവും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് റീസെൻ്റായ സൈബർ സ്പേസിലും 24/7 സാറ്റലൈറ്റ് ചാനലുകളിലും നിരന്തരമായി നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയണമല്ലോ. ആ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആൾ വി ഡി സതീശനാണ്. അപ്പോൾ വി ഡി സതീശൻ വരുമ്പോൾ പല പ്രശ്നങ്ങളും പല ആനുകൂല്യങ്ങളും രണ്ടുമുണ്ട്. വി ഡി സതീശൻ ഒരു ക്രൗഡ് പുള്ളറാണ്. ഇതുവരെ ആയിരുന്നില്ല, പക്ഷേ ഇന്നത് ക്രൗഡ് പുള്ളറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ മേൽവിലാസത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിന് കിട്ടിയ വോട്ടാണ്. എല്ലാ വിശകലമാരും വെള്ളാപ്പള്ളിമാരും അതുപോലെ ശശികല, വെള്ളാപ്പള്ളി, ആരിഫ് ഹുസൈൻ, RV ബാബു, സെൻകുമാർ തുടങ്ങിയ എല്ലാവിധ വർഗീയ കോമരങ്ങളും നമ്മുടെ നാടിന് ആപത്താണ് എന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റുള്ള ആകെ ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിലുള്ളൂ, അത് വി ഡി സതീശനാണ്. അപ്പോൾ ആ വി ഡി സതീശന് കിട്ടിയ വോട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസിൻ്റെ മാത്രം പാർട്ടി വോട്ടേഴ്സോ അല്ലെങ്കിൽ UDFൻ്റെ മാത്രം പാർട്ടി വോട്ടേഴ്സിൻ്റെ പിന്തുണ കൊണ്ട് മാത്രം 102 എന്ന് പറയുന്നൊരു ഹൈ മജോറിറ്റി, ഹ്യൂജ് മജോറിറ്റിയിലേക്ക് എത്താൻ പറ്റൂല. അത് പറ്റിയത് എങ്ങനെയാണ്? ഇടതുപക്ഷത്തിൽ നടക്കുമുള്ള പാർട്ടി ലീഡേഴ്സ്, പാർട്ടി വർക്കേഴ്സ്, സഖാക്കന്മാർ എല്ലാവരും അറഞ്ചും പുറഞ്ചും LDFനെ ഒഴിവാക്കി, CPMനെ ഒഴിവാക്കി കോൺഗ്രസിന് കുത്താൻ കാരണം കേരളം ഒരു ഹെയ്റ്റ് ക്യാപിറ്റൽ അല്ല. കേരളം മതനിരപേക്ഷ മൂല്യങ്ങളുള്ള, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസുള്ള ഒരു മതനിരപേക്ഷതയുടെ മണ്ണാണ് എന്ന് തെളിയിച്ചു കൊടുത്ത വി ഡി സതീശന് കിട്ടിയ ആ ഒരു അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിന് കിട്ടിയ കയ്യടിയുടെ ബലമായിട്ടാണ് 102 എന്ന വലിയ മജോറിറ്റിയിലേക്ക് സ്വാഭാവികമായിട്ട് എത്തിയത്. ഇനി KC വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പ്രധാനമായിട്ടും 10-43-50 MLA-മാർ KCയാണ് പിന്തുണക്കുന്നതാണ് വെപ്പ്. കാരണം അവരാണ് KC-ആണ് അവർക്കൊക്കെ സീറ്റ് വാങ്ങിക്കൊടുത്തത്. സ്വാഭാവികമായിട്ടും അവരുടെ കൂറ് അയാളോടായിരിക്കും. മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവുള്ള പരിപാടിയല്ലേ. ഇപ്പോൾ ഒരു ചിലവില്ലാതെ ഒരു പോസ്റ്റർ അടിച്ചിറക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തിയ മനുഷ്യനാണ് നമ്മുടെ ചാണ്ടിയുമ്മൻ. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 21 ലക്ഷമല്ലേ, 21 കോടിയോ എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടെന്നാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവ് വന്നിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? 21 ലക്ഷമാണെന്ന് തോന്നുന്നു. നമ്മുടെ ചാണ്ടിയുമ്മൻ പറഞ്ഞ് 79 ലക്ഷത്തോളം രൂപ പോസ്റ്റർ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്കൊക്കെ വേണ്ടി ചിലവാക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഞാൻ ലാഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിവേ ആ ചിലവൊക്കെ കണ്ടെത്താനുള്ള സ്ഥാനവും പണവും എല്ലാം കൊടുത്തത് അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണം ഒരുക്കി കൊടുത്തത് KC-ആണ്. അപ്പോൾ അവരോട് KC-യോടുള്ളൊരു കൂറുണ്ടാവും. പക്ഷേ KC വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാകുന്ന ഇരുട്ടടിയുടെ 2-3 കാരണങ്ങൾ കൂടി പറയാം. ഒന്ന്, KC വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഒരു ബൈ ഇലക്ഷൻ വേണം. ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ ബൈ ഇലക്ഷൻ വരും? 2 സ്ഥലത്ത് ബൈ ഇലക്ഷൻ വരും. ഒന്നാമത്തെ സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴ 2ാം സ്ഥാനത്തെടുക്കും BJP ആണ്. ആൾക്കാർ കോൺഗ്രസിനെ ചിലപ്പോൾ അറഞ്ചും പുറഞ്ചും വി ഡി സതീശന് പണി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ പണി കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അങ്ങനെ പാർട്ടി വോട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു വോട്ടേഴ്സൊന്നുമില്ല, ഒരു ക്രൗഡാണ്. ആ ക്രൗഡിൻ്റെ മെൻറ്റാലിറ്റിയോടൊപ്പം കോൺഗ്രസ് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പണി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തേത്, ചിലപ്പോൾ ഇരിക്കൂർ അടക്കമുള്ള മണ്ഡലങ്ങളാണ് കണ്ടുവെക്കുന്നത്. എറണാകുളത്ത് വന്ന് KC ലാൻഡ് ചെയ്ത് എറണാകുളത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാൻ KC റെഡി ആവില്ല. കാരണം അത് വി ഡി സതീശൻ്റെ തട്ടകാണ്. പിന്നുള്ളത് കണ്ണൂരാണ്. കണ്ണൂരിൽ ഇരിക്കൂറാണ് പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കൂർ വന്ന് മത്സരിച്ചാലും അവിടെയും ഭൂരിപക്ഷം നന്നായി ഇടിയാൻ സാധ്യതയുണ്ട്. കണ്ണൂർ തന്നെ പാർട്ടി വോട്ടേഴ്സ് വരെ ഒരു കുത്തൊയ്ക്കലാണ്ട് ഒലിച്ചു പോയതാണ്. നമ്മൾ പറഞ്ഞു 6 റൗണ്ട് പിന്നിടുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി വരെ പിന്നിലായിപ്പോയ ഒരു ജില്ലയാണ് കണ്ണൂർ. ആ സ്ഥലത്ത് വന്ന് നമ്മുടെ വി ഡി സതീശൻ ചാമ്പിയിട്ട് അവിടെ KC വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാർട്ടി വോട്ടേഴ്സും അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന, വി ഡി സതീശൻ ഇഷ്ടപ്പെടുന്ന പല ആൾക്കാരും, നിഷ്പക്ഷരായ വോട്ടേഴ്സും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൂടായി ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ അത് നടക്കണമെന്നൊന്നുമില്ല. കാരണം അത്യാവശ്യം 10-50,000 വോട്ട് ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമാണ്. എന്തായാലും ഭൂരിപക്ഷം നന്നായിട്ട് ചുരുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 2 കാര്യമുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഇതിനു മുമ്പ് ഇതേപോലെ KPCC പ്രസിഡൻ്റ് ആയിരുന്ന നമ്മുടെ കെ മുരളീധരൻ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായി വന്ന് തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി പെർഫോം ചെയ്ത ഒരു KPCC പ്രസിഡൻ്റ് ആയിരുന്നു വി മുരളീധരൻ. പക്ഷേ നിർഭാഗ്യവശാൽ തൊപ്പിയിട്ടു. എന്നിട്ടിപ്പോൾ PSC-ക്കാർ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മന്ത്രിയായതിനു ശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തി ആരാണ്? കെ മുരളീധരൻ. മുഖ്യമന്ത്രി ആയതിനു ശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തി ആര് എന്ന് ചിലപ്പോൾ ചോദിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അണികൾക്ക് അടുത്ത ജനറേഷന് ആൻസർ ചെയ്തേണ്ട ഒരു ഗതികേട് KC വരുത്താതിരിക്കുന്നതാണ് KCക്ക് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും പ്രശ്നങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ അവരൊക്കെ മത്സരിക്കുന്ന സ്ഥലം ഏതാണ്?
ഞങ്ങളുടെ വയനാട് മണ്ഡലത്തിലാണ്. വയനാട് മണ്ഡലത്തിൻ്റെ 2-3-4 മണ്ഡലം വരുന്നത് എവിടെയാണ്? നമ്മുടെ മലപ്പുറത്താണ്. മലപ്പുറത്തിൻ്റെ എതിരെ വിദ്വേഷം പറഞ്ഞ ആളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച ആൾക്കാരൊക്കെയാണ് നമ്മുടെ KCയും ചെന്നിത്തലയൊക്കെ. അതുകൊണ്ട് തന്നെ മലപ്പുറത്തുള്ള ലീഗുകാരുടെ ഐക്യകണ്ഠേനയുള്ള അവരുടെ നിലപാട് ആരാണ്? VD സതീശൻ വരണമെന്ന് തന്നെയാണ്. അപ്പോൾ അത് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ അതേ ഒരു പിന്തുണ കിട്ടണമെന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ VD സതീശൻ എന്ന് പറഞ്ഞാൽ അഡമൻ്റായി സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. അയാളിങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാത്ത മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും KC വന്നു എന്ന് വിചാരിക്കുക, ആ മന്ത്രിസഭയിലേക്ക് VD സതീശൻ ഇല്ല എന്നുള്ള സ്റ്റാൻഡ് VD സതീശൻ എടുത്തു കഴിഞ്ഞാൽ VD സതീശനെ മൂഞ്ചിച്ചു എന്നുള്ള ആ ഒരു VD സതീശനെ ഇവരെല്ലാവരും ഒറ്റി എന്നുള്ള ഒരു വികാരം സ്വാഭാവികമായിട്ടുണ്ടാവും. അത് അടുത്ത് വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. പാർലമെൻറ്റിൽ മാത്രം നിൽക്കണമെന്നില്ല, ഇവരുടെ ബൈ ഇലക്ഷനിലൊക്കെ ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കൊരു പ്രശ്നമാണ്. പിന്നെ രമേശ് ചെന്നിത്തലക്കും ഇതേ ഒരു പ്രശ്നമുണ്ട്. സ്റ്റാൻഡ് വേണം. ഒരു ആളകുളമ്പൻ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാലൊന്നും കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. ജൻസികളുടെ ലാംഗ്വേജ് അറിയണം, ജൻസികളോട് സംസാരിക്കാൻ കഴിയണം, പുതിയ ജനറേഷനോടുള്ള അവരുടെ ആസ്പിറേഷനെ മീറ്റ് ചെയ്യാൻ കഴിയണം, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് കേരളം സ്വീകരിക്കുക, നാട് സ്വീകരിക്കുക. ആ സ്വീകരിച്ചതിൻ്റെ തെളിവാണ് നമ്മൾ VD സതീശന് കൊടുത്ത വോട്ട്. അപ്പോൾ ഞാനാണ് ഏറ്റവും സീനിയറായ ലീഡർ എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടുത്ത് പോയി പെട്ടി പിടിച്ച് നടന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചാലും ഇതേ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഇനിയും വരും. കോൺഗ്രസ്സിന് ചത്തുകിടക്കുന്ന കോൺഗ്രസ്സിനെ ഈ രൂപത്തിലേക്ക് എത്തിച്ച് VD സതീശനാണ്. അതേപോലെ ചത്തുകിടക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ CPM. അവർ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, ഡെഫിനറ്റ്ലി നമ്മുടെ ചെന്നിത്തലയോ KCയോ ഒക്കെ ആക്കുന്നത് നന്നാവും. എനിവേ, ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ VD തന്നെ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ MLA-മാരുടെ പിന്തുണയൊക്കെ ബഹുഭൂരിപക്ഷവും KCക്കാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏതായാലും കണ്ടു തന്നെ അറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണോ വരിക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. വരുമായിരിക്കും. ഏതായാലും വൈകിട്ടൊന്നുമില്ല, 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ പൊതുജനങ്ങളുടെ പൾസ് അറിയണമെന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിജിൻ്റെയും അതുപോലെ നമ്മുടെ രാഹുൽ ഗാന്ധിൻ്റെയൊക്കെ FB പേജിലൊക്കെ പോയി നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ FB പേജിൽ തന്നെ കുറേ ഇടതുപക്ഷ മനോഭാവമുള്ള ഇടതുപക്ഷക്കാരായ ആൾക്കാർ KC വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അവരും KCക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. അങ്ങനെയെങ്കിലും ചത്ത് കിടക്കുന്ന CPM ഒന്ന് പുറത്തേക്ക് വന്നോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ച് റിവൈവ് ചെയ്ത് വരണമല്ലോ. അപ്പോൾ അവർക്കൊരു നിലമൊരുക്കണ്ടേ. അപ്പോൾ സ്വാഭാവിക VD വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വീണ്ടും കുറയും. അപ്പോൾ അവർക്കും KC വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി അവരൊക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി VD വരണമെന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ KC വരണമെന്ന് പറയുന്ന ആൾക്കാർ ബഹുഭൂരിഭാഗമൊന്നും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ VD സതീശനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ KC ഇഷ്ടപ്പെടുന്നതുകൊണ്ടൊന്നും അല്ല. ആ ഒരു മിക്സഡ് സാധനങ്ങളുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.